ഏട്ടൻ വന്നിട്ടുണ്ട് അച്ഛാ. ചേച്ചി അകത്തുണ്ട്, എന്നോട് ഇരിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇതേ നോട്ടം ആ ഗുണ്ട കുത്താമെന്ന് ഞാൻ അവരുടെ മുന്നിൽ പെടാതിരിക്കാനാണ് സ്റ്റേഡിയം സെറ്റ് ചെയ്യുന്നത്. ഒരിക്കലും നീ എന്റെ ഫോൺ എടുത്തിട്ടില്ല. നീ ഇപ്പോഴും കട്ട് ചെയ്യാൻ പോയി. നീ സേഫ് ആണെന്ന് മനസ്സിലാക്കി ആദ്യമായിട്ട് ഞാനിന്ന് കട്ട് ചെയ്തു. ഇനി ഞാൻ നിന്നെ വിളിക്കൂല. ആ ഗുണ്ടകളും നിന്റെ പിന്നാലെ വരും. ഞാനിപ്പോ നിന്റെ കാല് പിടിക്കാൻ വയ്ക്കാൻ ഒന്നുമല്ല വന്നത്. നീ നല്ലൊരു അച്ഛനും അമ്മയ്ക്കും ജനിച്ചൊരു മോള്. ഞാൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ സ്നേഹിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് മകൻ. നമ്മൾ രണ്ടാൾ ഒരേ വയറ്റി വന്ന് പറഞ്ഞു. നീ ഞാൻ പറയുന്നത് വിശ്വസിക്കൂല. ഇല്ലാത്ത കേസിന് 1.5 വർഷം ജയിലിലും കിടന്നു. നീ എന്നെ കൊണ്ട് ഒരുപാട് നാറിയിട്ടുണ്ട്. എന്നിട്ടോ കോടതി വെറുതെ വിട്ടു. നഷ്ടപരിഹാരം ചാന്തിയല്ലേ? നീ കൊടുത്ത ഡിവോഴ്സ് കേസിന് കോടതി കൊണ്ട് ആവശ്യപ്പെട്ട പോലെ എല്ലാ കടലാസിലും ഒപ്പിട്ട് ഞാൻ ഫ്രീ ആക്കിയിട്ടുണ്ട്. നിനക്ക് നഷ്ടപരിഹാരം കോടതി വിധിക്കും. കടം പറയാതെ ഞാൻ വന്നടച്ചോളാം. ഇനിയും നിന്നെ ദ്രോഹിക്കാൻ വയ്യ. 3 വർഷം നമ്മളൊപ്പം ഉണ്ടായി. ആദ്യമൊക്കെ നമ്മൾ കെട്ടിപ്പിടിച്ച് തന്ന സ്റ്റാർട്ടപ്പ് പറത്തി കളഞ്ഞു. നീ എന്തിനാ ഇനി നീ ധൈര്യമായിട്ട് ചോദിച്ചു. ഞാൻ പിന്നാലെ വരില്ല. ഒപ്പിട്ട് കടലാസ് വന്ന ഇനിയിപ്പോ നമ്മൾ സാധാ സിറ്റിസൺസ് ആണ്. ഇപ്പൊ ഇത്തിരി തമാശയൊക്കെ പറഞ്ഞ് അമ്മയും ദേവുട്ടിയൊക്കെ കണ്ടിട്ട് ഞാൻ സ്റ്റാർട്ടപ്പിന്റെ പേരിൽ വാങ്ങിയ കാറിൽ ഇത് രാത്രി കോട്ടാക്സ് ആയിട്ട് പോകും. ഭാര്യയും ഭർത്താവും മാത്രം താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം ഞാൻ ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെ മുറിയിൽ പോലുള്ള സ്റ്റൈലും കട്ടില് അവരെ കാണാതെ അച്ഛന്റെ അമ്മയുടെ മടിയിൽ ഉറങ്ങണ പോലെ ജീവിതം. ഈ കഷ്ടപ്പാടിൽ ഞാൻ ഇത്ര സന്തോഷ ദിവസം ഉണ്ടാക്കില്ല. അവരെ കണ്ടിട്ടില്ല. ആ മുറിയിൽ എല്ലായിടത്തും അവരുണ്ടായി. ആ ഭാര്യയുടെ പൊട്ടി എപ്പോഴും ചെന്നിട്ടുണ്ടാവും. പണ്ട് കുളിക്കാൻ പോകുന്ന സൂക്ഷിക്കുമെന്ന് ചോദിച്ചെന്റെ നെഞ്ചിലൊട്ടിച്ചിട്ടില്ലേ അതുപോലെ ഈ നെഞ്ചാരച്ചാണ്. നമ്മൾ കെട്ടിപ്പിടിച്ചെന്ന കാലത്ത് നിന്റെ തലമുടിയുടെ ഷട്ടിൽ നിന്ന് കിട്ടും. അതിങ്ങനെ മോതിരാക്കാറില്ലേ? അവിടെ നിന്ന് മുടിയിട്ടുമ്പോഴും ഞാനതിങ്ങനെ മോതിരാക്കും. ഒരു തമാശ സന്തോഷവും ഒറ്റ കുത്തിനെ കള്ളത്തിന്റെ തീർന്നു. ഇയാൾ ചോര വേണം. ആരോടും പറയാതെ ഞാൻ ആ റൂം കിട്ടും. പോട്ടെ. അതെ പറഞ്ഞ ഒന്നും നീ വിശ്വസിക്കരുത്. മുഴുവൻ കളവാ. തവണ തടം കൂടുതൽ പാവയ്ക്കാണല്ലേ? അമ്മ ആഗ്രഹിച്ചോളെ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അച്ഛൻ തന്ന കാശിന് വാങ്ങിയ കാറാണ് ഞാൻ ഓടിച്ചു. അയ്യോ, എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല മോനെ. ലോറി ഓടിക്കാൻ അറിയില്ലേ? ലോറി ഓടിക്കുന്നില്ല, ഇത് കാർ ഓടിക്കാൻ പാടില്ല. ഹലോ അക്കമ്മ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. എന്നതായേ? എന്റെ മുറി താമസിച്ചതും എന്റെ കട്ടിലിൽ കിടന്നതും അക്കമ്മ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയായിരുന്നു. എന്നതായ அப்படி ஒரு கேள்வி? പെൺകുട്ടി ആയിരുന്നോ? என்ன மன்னிச்சிடு, நீ பயக்கும் நினைச்சு நல்லாம இருந்துட்டேன். ஒரு புருஷன், அவன் பேரு வசந்தன். വസന്തനല്ല അക്കമ്മ, സത്യമായ പേര് രൂപാങ്കദൻ. ഒരു വാട്ടി சொல்லு, என்ன அழகான பேரு. എന്നോട് പുരുഷൻ എനിക്കറിയില്ലായിരുന്നു അക്കമ്മ. ഇത്രയും കാലം മറന്ന സത്യമായിരുന്നു. അതിനോട് കാർ ഓടിയോ? ഞാനിവിടെ താലി പൊട്ടിച്ച് ഓടിയതായിരുന്നു. പക്ഷെ ഓടിച്ചിട്ട് പിടിക്കുമെന്ന് വിചാരിച്ചില്ല.